രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് സ്നേഹസമ്പന്നനായിരിക്കുന്ന ദൈവം, ആരെല്ലാം മറന്നാലും നമ്മെ മറക്കാത്ത ദൈവം, നമ്മോട് കരുണ കാണിക്കുന്ന ദൈവം, ദീർഘക്ഷമ കാണിക്കുകയും മനസ്സലിയുകയും ചെയ്യുന്ന ദൈവം, സർവ്വ ആശ്വാസങ്ങളുടെ പിതാവും മനസ്സലിയുന്ന കർത്താവുമായിരിക്കുന്നവൻ. അങ്ങനെ ഒരു ദൈവം നമ്മുടെ ദൈവമായിരിക്കാൽ നമുക്കിന്ന് പകൽക്കാലവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാൻ പ്രിയമുള്ളവരെ. കാരണം ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മോട് പല രീതിയിൽ ഇടപെട്ട അനേകരെ നാം കാണുമ്പോൾ ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹത്താൽ, നിത്യസ്നേഹത്താൽ, മാറിപ്പോകാത്തവനായിരിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹം നമ്മോട് കൂടെ ഉള്ളതിനായി ഇനി നാം എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചാലും നമ്മുടെ തലമുറകളുടെ മേൽ ദൈവം നമ്മിൽ പകർന്ന ആത്മാവിനെയും വചനത്തെയും നമ്മുടെ തലമുറകളിൽ നിന്ന് ഒരിക്കലും മാറ്റിക്കളയുകയില്ല എന്ന ഒരു വലിയ വാഗ്ദത്തം തന്ന് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നതിനായി നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം പറയാം. ഹല്ലേലൂയ. നമുക്ക് ഈ ലോക സംബന്ധമായിരിക്കുന്ന അനേക ആവശ്യങ്ങൾ കാണും. ഈ ലോകത്തിൻ്റെ പ്രതാപത്തിനനുസരിച്ച് നമുക്ക് ഉയരുവാൻ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, മനുഷ്യരുടെ കണ്ണിൽ വിലയുള്ളതെന്ന് തോന്നുന്ന പലതും നമുക്ക് നാം ആഗ്രഹിക്കുമ്പോഴും പ്രിയമുള്ള ദൈവമക്കളെ, നാം ചതിക്കപ്പെട്ടു പോകരുത്. ലോകമോഹങ്ങളിലും ലോക സ്നേഹത്തിലേക്ക് നാം വഴുതിപ്പോയി ദൈവസന്നിധിയിൽ നാം ചതിക്കപ്പെട്ടു പോകുവാൻ ഇടവരുത്തരുത്. ഹല്ലേലൂയ. പിശാച് എങ്ങനെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ വലയ്ക്കുവാൻ നോക്കുമ്പോൾ ദൈവത്തോടടുത്ത് നിൽക്കുന്നവർക്ക് ദൈവ സകലതും നൽകും. ദൈവത്തിൻ്റെ മാന്യതയ്ക്കൊത്തവണ്ണം പലതും നൽകുമ്പോഴും നമ്മുടെ കണ്ണുകൾ അതിലുടക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെ ആശ്രയിച്ചു മുന്നേറുവാൻ, വരാനിരിക്കുന്ന ലോകത്തിൽ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് വളരെ പ്രതിഫലം വാങ്ങി എന്ന് നമ്മെക്കുറിച്ചും നമ്മുടെ തലമുറകളെക്കുറിച്ചും പറയുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി ഇന്ന് പകൽക്കാലവും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ അടുക്കലേക്ക് കടന്നു വരുന്നപ്പാ ദൈവമേ, അതുകൊണ്ട് തക്ക സമയത്ത് സഹായത്തിനുള്ള കരുണ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ദൈവമേ വചനത്തെ നൽകിയിരിക്കാൽ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവിടുത്തെ സഹായം ആവശ്യം, അവിടുത്തെ കരുണ ആവശ്യം, അവിടുത്തെ കൃപ ആവശ്യം. ദൈവമേ, അതിനായി തുറക്കപ്പെട്ടിരിക്കുന്ന ആ കൃപാസനത്തിനായി നന്ദി. കാൽവരിയിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിക്കുമ്പോൾ പാപത്തെയും ശാപത്തെയും രോഗത്തെയും തകർത്ത് മരണത്തെയും പിശാചിനെയും എന്നേക്കുമായി ഇല്ലാതാക്കി കളഞ്ഞ് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ദൈവമേ ഒരു വഴി തുറന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുകയില്ല എന്ന് ദൈവമേ ഇത്ര ഉറപ്പോടെ പറഞ്ഞ ഒറ്റ വ്യക്തിയും ദൈവമേ ഈ ലോകത്തിൽ ഇല്ലായികയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പച്ച. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാതയിൽ ഞങ്ങൾക്ക് അങ്ങേ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞ കൃപയ്ക്കായി നന്ദി. അവിടുത്തെ വിളി ഞങ്ങൾ കേട്ടതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളും ഉണ്ടായിരുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവെ, ദൈവമേ, ഇനിയുള്ള നാളുകളിലും അവിടുന്ന് ഞങ്ങളെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ള വചനത്താൽ കർത്താവെ അധികമായി ദൈവസന്നിധിയിൽ അവിടുന്ന് വചനം ഞങ്ങൾക്ക് നൽകണം അപ്പച്ച. അധികമായി പ്രാർത്ഥിച്ചു മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ തേജസ് ദൈവമേ പ്രാപിച്ചവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തുകാരുടെ ഇടയിൽ കർത്താവെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളിൽ കൂടി, ഞങ്ങളുടെ തലമുറകളിൽ കൂടി മറ്റുള്ളവർ കാണുവാൻ ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവെ, ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന്, ലോകമോഹം ദൈവത്തോടുള്ള ശത്രുത്വമെന്ന് പിന്നെയും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം അപ്പച്ച. ദൈവസന്നിധിയിൽ ആശ്രയം വെച്ച് മുന്നേറുവാൻ കർത്താവെ, ദൈവം നോക്കുമ്പോൾ കുറവില്ലാത്തവരായി തീരുവാൻ, മനുഷ്യരുടെ കണ്ണിൽ ഞങ്ങൾ എപ്രകാരമായിരുന്നാലും ഹല്ലേലൂയ കർത്താവെ, ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവമേ പൂർണ്ണതയുള്ളവരും തികഞ്ഞവരുമായി മാറുവാൻ തക്കവണ്ണം ദൈവമേ സഭാപിതാക്കന്മാർ പോരാടിക്കൊണ്ട് പ്രാർത്ഥനയിൽ അധ്വാനിച്ചതുപോലെ ഞങ്ങളും രാവും പകലും കർത്താവെ ദൈവസന്നിധിയിൽ ദൈവമേ വളർന്നു വരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൽ നിന്ന് ചൈതന്യം പ്രാപിക്കുവാൻ, തലയായിരിക്കുന്ന കർത്താവിൽ നിന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതം മുഴുവനും ദൈവമേ ചൈതന്യം പ്രാപിക്കുവാനായി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന അപ്പച്ച. ഹല്ലേലൂയ കർത്താവെ, അപ്പോൾ ഈ പ്രാർത്ഥനയിൽ വളരെ നാളുകൾ കൊണ്ട് അടുത്തു വരുന്ന ഓരോ പ്രിയ കുടുംബത്തെയും, ഓരോ സഹോദരനെയും, ഓരോ സഹോദരിയെയും, ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർ പലതരത്തിലുള്ളവരാണ്. ഭവനങ്ങളിൽ ദൈവമേ വീട്ടമ്മമാരായിരിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്, കർത്താവെ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം സകലർക്ക് ദൈവമേ അവിടുന്ന് പകരണം അപ്പച്ച. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ദൈവമേ ഇവരിലേക്ക് വരട്ടെ. ദൈവമേ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു എന്ന വചനത്താൽ കർത്താവ് ഈ നാളുകളിൽ ഇവർ ദൈവത്തിൽ നിന്ന് അഭിഷേകം പ്രാപിക്കട്ടെ. മർക്കോസിൻ്റെ മാളികയിൽ കൂടി
കൂടിയിരുന്ന ദൈവമേ ശിഷ്യന്മാരുടെ മേൽ പിളർന്ന തീനാവ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ നിറച്ച് കർത്താവെ അനേക ഭാഷകളിൽ അവർ സംസാരിച്ച് ആൾമാറിയ അനുഭവത്തിലേക്ക് എത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾക്ക് ജോലിയുണ്ടോ ഇല്ലയോ, വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ, സൗന്ദര്യമുണ്ടോ, ഭാഷകൾ അറിയാമോ, ഒന്നും ദൈവമേ കാര്യമല്ല, ഞങ്ങൾക്ക് സമ്പത്തുണ്ടോ ഒന്നുമില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനും ശക്തനുമെന്നൊരു ഉറപ്പ് കർത്താവെ ഞങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാകുന്നു എന്നൊരു ഉറപ്പോടെ ദൈവമേ പ്രാർത്ഥനയിൽ ദേശങ്ങളെ തൊടുവാൻ, അന്ധകാര മണ്ഡലങ്ങളെ തകർത്ത് കളയുവാൻ, പൈശാചിക കോട്ടകളെ ദൈവമേ ഇടിക്കുവാൻ, പിശാചിൻ്റെ ഗൂഢാലോചനകളെ തകർത്ത് കളയുവാൻ ഈ പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറവിടങ്ങളിൽ കർത്താവെ സഭകൾക്കെതിരായി, കുടുംബങ്ങൾക്കെതിരായി, കുടുംബത്തിൻ്റെ ഐക്യതയ്ക്കെതിരായി, ശുശ്രൂഷകൾക്ക് വിരോധമായി പിശാച് ഉയർത്തുന്ന ദൈവമേ സകല കർത്താവെ വെല്ലുവിളികൾ, ദൈവമേ അവൻ ഒരുക്കി വിടുന്ന സകല തന്ത്രങ്ങളെയും തകർത്ത് കളയുവാൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ അപ്പച്ച. യാമങ്ങളിൽ, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ, പകൽ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ പിശാചിനോട് എതിർത്ത് നിന്ന് അവനെ ജയിക്കുവാൻ അവിടെ നിന്ന് ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദാഹമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ, ഒരുക്കമുള്ളൊരു ആത്മാവിനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പലതിലേക്കും ഇറങ്ങിപ്പോയി കർത്താവെ അതിനോട് ദൈവമേ അനുരൂപപ്പെടുവാൻ ഇടയില്ലാതെ ദൈവസന്നിധിയിൽ കർത്താവെ വിശ്വസ്തയോടെ നിൽക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ കാര്യസ്ഥനാക്കുന്ന ദൈവം കർത്താവെ ഇവർ ഈ ദിവസങ്ങളിൽ അവരുടെ അല്പമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ വിശ്വസ്തത കാണിക്കുമ്പോൾ വരുന്ന ആളുകളിൽ സ്വപ്നങ്ങൾ, ദർശനങ്ങളിൽ കൂടി, പ്രവചനാത്മാവിൽ കൂടി ദേശങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുവാൻ, വരാൻ ഇരിക്കുന്ന കാര്യങ്ങളെ ദൈവമേ മുൻകൂട്ടി കണ്ട് കർത്താവെ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ, വരാനുള്ള ദൈവ പദ്ധതികളെ ദൈവമേ നടപ്പിലാക്കുവാൻ ഒക്കെ ഈ പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ എരിവുള്ളവരായി തീരട്ടപ്പ യേശുവിൻ്റെ നാമത്തിൽ. ലോകപ്രകാരമുള്ള ദൈവമേ സകല ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ദൈവമേ വിവാഹ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നവർ, ഒരു തലമുറയ്ക്കായി ദൈവമേ പ്രാർത്ഥിക്കുന്നവർ, കർത്താവെ ജോലിക്കായി, പല മക്കളുടെയും ദൈവമേ ജോലികൾക്കായി പ്രാർത്ഥിക്കുന്നവർ, ഒരു ഭവനത്തിനായി വസ്തുക്കൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവെ അത്ഭുതകരമായ ദൈവിക സഹായം ഈ ദിവസങ്ങളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഷുഗറിൻ്റെ കംപ്ലൈൻറ്റുകൾ കർത്താവെ അത് മുഖേന കാലിലേക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെയായി, കാഴ്ചകൾ മങ്ങുന്ന അവസ്ഥകൾ, ഷോൾഡർ പെയിനുകൾ, അങ്ങനെയൊക്കെ ദൈവമേ വിഷമിക്കുന്നവർ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കർത്താവെ വേദനകൾ അനുഭവിക്കുന്നവർ, കർത്താവെ സ്തോത്രം, ജോയിൻറ്റ് പെയിനുകൾ, അസ്ഥി സംബന്ധമായിരിക്കുന്ന വേദനകൾ, ഹാർട്ട് കംപ്ലൈൻറ്റുകൾ, അതിൽ നിന്നെല്ലാം ഈ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, സ്കാനിങ്ങിനായി പലതിനു വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ അത്ഭുതകരമായി അവിടെ നിന്ന് ദൈവമേ അവരോട് കൂടെ ഇരുന്ന് റിസൾട്ടുകളെല്ലാം നോർമലായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. ചില ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലുള്ള തടിപ്പുകൾ, വേദനകൾ, ദൈവമേ അതിനെയൊക്കെ ഓർത്ത് എന്തൊക്കെയോ വലിയ രോഗങ്ങളാണോ എന്നൊക്കെ ഭയപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ വിടുവിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. യൂട്രസ് കംപ്ലൈൻറ്റുകൾ, PCOD കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ നോർമലാകട്ടെ. അത് മുഖേന ശാരീരികമായി അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, ബലഹീനതകളിൽ നിന്ന് സഹോദരിമാർ അത്ഭുതകരമായി ദൈവമേ സ്വസ്ഥത പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. പകൽക്കാലവും കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും വന്ന് നിറയട്ടെ. യാത്രകളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടെ നിന്നുള്ളം കയ്യിൽ എന്നതുപോലെ വഹിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്നവരെയും കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊന്നും അടുക്കാതെ കർത്താവെ അവിടെ നിന്ന് കാത്തു പരിപാലിക്കണം. തക്ക സമയത്ത് സകല നന്മകളും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കർഷകൻ്റെ ഉപമ കർത്താവ് പറയുകയാണ്. കർത്താവ് തൻ്റെ ജീവിതത്തിൽ അനേക ഉപമകളിൽ കൂടി, ചെറിയ ചെറിയ കഥകളിൽ കൂടി, ജീവിത അനുഭവങ്ങളിൽ കൂടി, മുന്നിൽ വരുന്ന പലതിൽ കൂടിയും കർത്താവ് ലോകത്തെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ ലോകമുണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ ലോകം നിർമ്മിക്കപ്പെട്ടത് യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിനാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിനാലാണ് ഈ ലോകവും സകലതും ഉണ്ടായത്. വചനത്താൽ. ആ വാക്കെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു. ഇവിടെ ഈ കർഷകൻ വിതയ്ക്കുന്ന വിത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കർത്താവ് ഉപമ പറയാണ്. ഒരു കർഷകൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികിൽ വീണു, അത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി, നിലത്ത് ചവിട്ടി അത് ഇല്ലാതാക്കപ്പെട്ടു. അടുത്തത് പാറയുടെ പുറത്ത് വീണു, അത് പെട്ടെന്ന് മുളച്ചു വന്നുവെങ്കിലും വേരില്ലായികയാൽ അത് വേഗത്തിൽ ഉണങ്ങിപ്പോയി എന്ന് പറയുന്നു. അതിനടുത്ത് പിന്നെയും പറയുകയാണ്, ചിലത് മുള്ളിനിടയിൽ വീണു, അതും മുളച്ചു വന്നു. മുള്ളിനിടയിൽ വീണ വിത്തും മുളച്ചു വന്നു. പക്ഷേ ആ മുള്ള്
മുള്ള് വളർന്ന് ഞെരുക്കി കളഞ്ഞപ്പോൾ ആ വളർന്നു വന്ന നല്ല വിത്തിന് വളർന്ന് അതിന് ചെടിയായി വരുവാൻ കഴിഞ്ഞില്ല. അതിനേക്കാളും ഉപരിയായി മുള്ളതിനെ ഞെരുക്കി കളഞ്ഞു എന്ന് കർത്താവ് ആ ഉപമയിൽ പറയുന്നു. ആ ജനത്തോട് ഉപമ പറഞ്ഞ ശേഷം ശിഷ്യന്മാർക്ക് കർത്താവ് അതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവിടെ പറയുന്നു, മുള്ളിനിടയിൽ വീണ വിത്ത്, ഹല്ലേലൂയ, അത് ഒരിക്കൽ കേട്ടു, വചനം കേട്ടു. പലരും വചനം കേൾക്കുകയാണ്, ഒത്തിരി പേർ വചനം കേൾക്കുകയാണ്. അപ്പം മുള്ളിനിടയിൽ വീണതും അവരും വചനം കേട്ട്, കൊള്ളാം, നല്ലതാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ അനുസരിക്കണം, പിൻപറ്റണം എന്നൊക്കെ ഹൃദയത്തിൽ ചിന്തിച്ചാലും അവർ ലോകത്തിലേക്ക് പോകുമ്പോൾ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നമുക്കറിയാമല്ലോ, മാനുഷികമായിരിക്കുന്ന രീതിയിൽ നമുക്ക് ഒത്തിരി വിഷയങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത, ധനത്തെക്കുറിച്ചുള്ള ചിന്ത, അതെല്ലാം വന്നു കഴിയുമ്പോൾ എവിടെയോ വീണ വചനം, ആ ദൈവത്തെ സ്നേഹിക്കണം, ദൈവവഴിയിൽ നടക്കണം, അനുസരിക്കണം എന്നുള്ള ചിന്തകളൊക്കെ അങ്ങ് പാടെ നശിച്ചു പോകുന്നു. അതാണ് മുള്ളിനിടയിൽ വീണ വിത്ത്. നമുക്കും അറിയാം, നാം ഒരു വചനം കേൾക്കുമ്പോൾ, ചില വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒത്തിരി സന്തോഷം നമുക്കുണ്ടാകും. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്നൊക്കെ നാം വിചാരിക്കും. പക്ഷേ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളോ നമ്മുടെ ഹൃദയത്തെ കൊതിപ്പിക്കുന്ന ചില ആഗ്രഹങ്ങളോ ഒക്കെ വരുമ്പോൾ അതെല്ലാം എവിടെയൊക്കെയോ മറിഞ്ഞു പോകുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീണാൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. എങ്കിൽ മാത്രമേ ദൈവത്തിന് നാം കൊള്ളാവുന്നവരായി തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ജീവിതത്തിൽ എത്ര പ്രയാസം വന്നാലും, ധനം വന്നാലും, ആഗ്രഹങ്ങൾ വന്നാലും, ദൈവം നൽകിയ വചനത്തിനൊത്തവണ്ണം ഈ ലോകത്തിൻ്റെ ഒരാഗ്രഹവും ഒന്നും വിലയേറിയതല്ല. അത് മനസ്സിലാക്കി നമ്മുടെ ഇടയിൽ നിന്നും ഇതുപോലെയുള്ള മുള്ളുകളെ നീക്കി നല്ല നിലമാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ വചനം വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.